നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിൽ തെരുവുനായ ആക്രമണം, 8 പേർക്ക് പരിക്കേറ്റു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അലക്സ് എബ്രഹാമിനെ ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. INTUC നാട്ടിക റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 78ാം സ്ഥാപക ദിനം ആചരിച്ചു. തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുവരുന്ന പൂരം പ്രദർശനത്തിൽ തിരക്കേറുന്നു. വാർത്തകൾ വിശദമായി. ചേർപ്പിൽ തെരുവുനായ ആക്രമണം, 8 പേർക്ക് കടിയേറ്റു. ശനിയാഴ്ച രാവിലെ ചേർപ്പ് CNN സ്കൂൾ പരിസരം മുതൽ ചേർപ്പ് ഗവൺമെന്റ് സ്കൂൾ പരിസരം വരെ റോഡിലൂടെ ഓടിയ നായ വഴിയാത്രക്കാരെ കടിക്കുകയായിരുന്നു. പരിക്കേറ്റവർ ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. അമ്മാടം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് നാട്ടുകാർ ചേർന്ന് നായയെ പിടികൂടുകയായിരുന്നു. ചേർപ്പ് മൃഗാശുപത്രിയിൽ നായ നിരീക്ഷണത്തിലാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അലക്സ് എബ്രഹാമിനെ ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. VK പ്രദീപ് കുമാർ, AS ഉണ്ണികൃഷ്ണൻ, ഷാജി കള്ളിയത്ത്, PA അബ്ദുൾ മജീദ്, PJ എഡിസൺ, KK രാമൻ, റീജ ജോണി, ലതാ സുരേന്ദ്രൻ, സണ്ണി ചാക്കോ, C അനിത, MS രേഖ എന്നിവർ സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ ചേർപ്പിലെ ആദ്യത്തെ IPS ആണെന്നാണ് എൻ്റെ ധാരണ. ഇതിനു മുമ്പൊന്നും നമ്മുടെ പ്രദേശത്ത് കിട്ടിയിട്ടില്ലേ. അപ്പം അങ്ങനെ നമുക്കൊരു സഹകാരിയെ തന്നെ IPS കിട്ടിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഒരു IPS കിട്ടിയ വ്യക്തിയെ ആദരിക്കാൻ നമുക്ക് അവസരം കിട്ടിയതും വലിയ കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും അമ്മ എപ്പോഴും പറയും, നിന്റെ അപ്പാപ്പനും അപ്പനും നാട്ടിലൊരു നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നീയും ഇനിയും പഠിച്ച് അതിൽ ആ രീതിയിലാണ് ഇവിടെ നമ്മുടെ എന്താ പറയുക പൊതുവെ നമ്മുടെ പേരറിയപ്പെടുന്നത്. നീ അതിലേക്ക് വേണ്ടി ശ്രമിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചെറുപ്പത്തിൽ പഠിക്കായിരുന്നു. അപ്പോൾ പിന്നെ തുടർന്ന് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു സിവിൽ സർവീസിൽ പോകണമെന്ന്. അങ്ങനെയാണ് ഞാനതിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇതെൻ്റെ 5ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് IPS കിട്ടുന്നത്. ഇതെൻ്റെ അവസാനത്തെ അറ്റംപ്റ്റായിരുന്നു. ഇതിന് ശേഷം എനിക്ക് എഴുതാൻ ഇനി പറ്റില്ലായിരുന്നു. അപ്പോൾ അതിനുള്ള ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു റാങ്ക് കിട്ടി. അപ്പോൾ ആ ചടങ്ങിൽ, ആ സന്തോഷത്തിൽ നിങ്ങളേവരും പങ്കുചേർന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. INTUC നാട്ടിക റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 78ാം സ്ഥാപക ദിനം ആചരിച്ചു. TR മണി അധ്യക്ഷത വഹിച്ചു. AP രാമകൃഷ്ണൻ പതാക ഉയർത്തി. MC കുട്ടപ്പൻ, TM മോഹനൻ, AD കൊച്ചപ്പൻ, AL വർഗീസ്, ഗോപി സേവ്യർ, MA കുട്ടപ്പൻ, KC പ്രകാശൻ, ഗിരിജൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുവരുന്ന പൂരം പ്രദർശനത്തിൽ തിരക്കേറുന്നു. തൃശൂർ പൂരം നടത്തിപ്പിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പൂരം പ്രദർശനത്തിൽ നാട്ടുവിപണി മുതൽ അറിവും വിജ്ഞാനവും പകരുന്ന ISROയുടെ ഉൾപ്പെടെ ഒട്ടേറെ പവലിയനുകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. തൃശൂർ പൂരാവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. മെയ് 6 നടക്കുന്ന തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂരനഗരിയിലേക്കും പൂരം പ്രദർശനത്തിലേക്കും ജനങ്ങളുടെ ഒഴുക്കാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്ര കരകൗശല വസ്തുക്കളുടെ വിപണി മുതൽ വിജ്ഞാനപ്രദമായ ISROയുടെ പവലിയൻ വരെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്.
ഒപ്പം കേരള പോലീസ്, കേരള വിഷൻ, ഗുരുവായൂർ ദേവസ്വം, തൃശൂർ കോർപ്പറേഷൻ, കേരള വെറ്ററിനറി സർവകലാശാല, എക്സൈസ് വകുപ്പ് പവലിയനുകളും പ്രദർശനത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. ഇതിൽ പോലീസ്, എക്സൈസ് പവലിയനുകൾ പ്രദർശനത്തിനെത്തുന്നവർക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സന്ദേശവും നൽകുന്നു. വിനോദവും വിജ്ഞാനവും നൽകുന്ന പ്രദർശനം ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയാണ് പ്രദർശനം കാണാൻ തൃശൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇക്കുറി 180-ലധികം സ്റ്റാളുകളും 80 പവലിയനുകളും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. റോബോട്ടിക് മൃഗപ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്ററും പ്രദർശനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ എല്ലാ വൈകുന്നേരങ്ങളിലും സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ 165-ാം റാങ്ക് ലഭിച്ച ചേർപ്പ് പെരുമ്പിളിശ്ശേരി സ്വദേശിയും മുൻകാല ബാലജനസഖ്യം അംഗവുമായ അലക്സ് എബ്രഹാമിനെ അഖില കേരള ബാലജനസഖ്യം തൃശൂർ യൂണിയനും ചേർപ്പ് നവരശ്മി യൂണിറ്റും ചേർന്ന് ആദരിച്ചു. യൂണിയൻ സഹരക്ഷാധികാരി ടി പോൾ പൊന്നാടയണിയിച്ചു. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ പൂച്ചെണ്ട് സമ്മാനിച്ചു. യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, പ്രസിഡന്റ് TS മുഹമ്മദ് സ്വാലിഹ്, നവരശ്മി യൂണിറ്റ് സഹകാരി KB പ്രസാദ്, അലക്സ് എബ്രഹാം, വിധു കൃഷ്ണ, ജോസഫ് ആന്റണി, CS ഋതിക, അനഘ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. പാഠ്യേതര കാര്യങ്ങളിലും അക്കാദമിക് ആൻഡ് നോൺ അക്കാദമിക് കാര്യങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ അലക്സ്. അപ്പോൾ അന്നുകാലം മുതലേ, ചെറുപ്പകാലം മുതലേ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹം വളരെയധികം അത് സൂക്ഷിച്ചിരുന്നിട്ടുള്ള ഒരു ഗുണമാണ്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് ഇന്ന് ആദരിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിന് നമ്മുടെ കൊച്ചുകൂട്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും അത് മാതൃകയാക്കി അവരുടെ ജീവിതത്തിൽ കൂടി മുന്നേറുമ്പോൾ അത് വിജയത്തിലേക്കുള്ള ഒരു പാതയായി അവരെ മുന്നോട്ട് നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അദ്ദേഹം മാഷോട് പറഞ്ഞത് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. 165 മാർക്ക് നേടി അധികം വിജയായിരിക്കുകയാണ്. ഈ ഒരു അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കൊക്കെ ഇതിൽ കൂടുതൽ സന്തോഷിക്കാനൊന്നുമില്ല. അത് അടിപൊളിയാക്കുക. അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പാതയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതാ കർമ്മമേഖല വെച്ചാൽ നമ്മൾ അർപ്പിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നത് ഈശ്വരൻ തരുന്ന അനുഗ്രഹമായിട്ട് അർപ്പിച്ച് പ്രവർത്തിച്ച് മുന്നേറാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ. പെരിഞ്ചേരി മഠം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷത്തിന് കൊടിയേറി. വെള്ളിയാഴ്ച ഗണപതി ഹോമം, സമ്പൂർണ്ണ നെയ്വിളക്ക്, ദീപാരാധന, നിറമാല ചടങ്ങുകൾ നടന്നു. തുടർന്നാണ് കൊടിയേറ്റം നടന്നത്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശ്രീലയം നൃത്താലയം അവതരിപ്പിച്ച നൃത്യങ്ങൾ, ചെറുവത്തേരി വിഷ്ണുമായ സംഘത്തിന്റെ തിരുവാതിരക്കളിയും അരങ്ങേറി. 8-ാം തീയതിയാണ് പ്രതിഷ്ഠാദിനാഘോഷം. തൃശൂർ തൃപ്രയാർ റോഡിൽ ചിറക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഈ മാസം 5 മുതൽ താൽക്കാലിക പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
പഴുവിൽ വിശുദ്ധ ആന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് പള്ളി ദീപാലങ്കാര പ്രഭയിൽ മുങ്ങി. സി മുകുന്ദൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായി നമ്മുടെ പള്ളി വളരെയേറെ കാലം മുമ്പ് തന്നെ പുതിയ മാറ്റങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നൊരു പള്ളിയാണ്. പലപ്പോഴും ഞാൻ MLA ആയി ഒരു 5 വർഷം ആണ് തികയ്ക്കുക, പക്ഷേ 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും ഞാനുമായി ബന്ധപ്പെടുന്ന നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെടുന്ന ചില ആൾക്കാരോട് ചിലപ്പോൾ ഈ പള്ളിയെക്കുറിച്ച് അതിൻ്റെ ആത്മീയമായ ചിന്തകളെക്കുറിച്ച് അല്പം ചോദിച്ചറിയാറുണ്ട്. എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത? ചെറിയൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു പള്ളി പണിത് മാതൃക കാട്ടുന്ന പള്ളിയുടെ പ്രവർത്തന ശൈലി എല്ലാം കൊണ്ടും മാതൃകയായി നിലനിൽക്കുന്നത്. ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മത്തിനു ശേഷം പഴുവിൽ മതസൗഹൃദ കൂട്ടായ്മ സമ്മേളനവും നടന്നു. സമ്മേളനത്തിൽ പഴുവിൽ ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, CC മുകുന്ദൻ MLA, പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് മഹല്ല് ഖത്തീബ് ഷാഹുൽ ഹമീദ് ദാരിമി, പഴുവിൽ സെന്റർ മസ്ജിദ് ഖത്തീബ് യൂസഫ് സഹദി, പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രസമിതി ഭാരവാഹികളായ MN സുബ്രഹ്മണ്യൻ, ദേവിദാസ് പുതുശ്ശേരി, മതസൗഹൃദ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ ഓസ്റ്റിൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സദസ്സിൻ്റെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് എന്തുകൊണ്ടും വളരെ അർത്ഥമായ ഒരു തലങ്ങളുള്ള കാലഘട്ടമാണ്. ഇന്ത്യയുടെ സ്വർഗനഗരം എന്നറിയപ്പെടുന്ന കശ്മീരിലെ പഹൽഗ്രാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിലൂടെ തന്നെ ഇന്ത്യ എന്ന ഭാരതാംബയുടെ ഹൃദയം കയറി മുറിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തക്ബീർ ധ്വനി വിളിച്ചുകൊണ്ട് കഴുത്തറുത്ത ഒരുത്തൻ മുസൽമാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് കഴുത്തറുത്തവൻ ഹൈന്ദവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കണ്ട ഏറ്റവും നല്ല ഹൈന്ദവൻ ശ്രീനാരായണ ഗുരുവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞാൻ കണ്ട ഏറ്റവും നല്ല ഹൈന്ദവൻ മഹാത്മാഗാന്ധിയാണ്. ഞാൻ കണ്ട ഏറ്റവും നല്ല ഹൈന്ദവൻ സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെ ഞാൻ കണ്ട ഏറ്റവും നല്ല ക്രൈസ്തവൻ ഈ അടുത്ത് പോലും ഇട പറഞ്ഞു പോയ നല്ല ഇടയനെന്ന് പല ആളുകളും തലക്കെട്ട് വാചകത്താൽ സൂചിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഒരു ചെറിയ പഠനം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സലാം കക്കേരി, അബ്ദുൽ ലത്തീഫ്, ഷാഫി, ഇബ്രാഹിം, നജീബ് അമ്പലത്ത്, ഉമ്മർ പഴുവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വൈകിട്ട് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ, തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണം എന്നിവയും ഉണ്ടായിരുന്നു. തിരുനാൾ ദിനമായ നാളെ രാവിലെ 6:30 ഇടവക പള്ളിയിലും 8-നും 10:30-നും വൈകിട്ട് 4-നും തീർത്ഥകേന്ദ്രത്തിലും വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും. അടിമസമർപ്പണം രാവിലെ 10-നും ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന രാവിലെ 10:30-നും നടക്കും. വൈകിട്ട് 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഇടവക പള്ളിയിലേക്ക് പ്രദക്ഷിണം ഉണ്ടായിരിക്കും. 11-നാണ് 8-ാം ഇടം. ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ വേണ്ടി തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരുടെ പിന്നാലെ പോകുന്ന നിലപാടാണ് കേരളത്തിൽ LDFും UDFും സ്വീകരിക്കുന്നതെന്ന് തുഷാർ വെള്ളാപ്പള്ളി. വിദ്യാഭ്യാസവും വിവേകവുമുള്ള കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. BDJS തൃശൂർ ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംഗീത വിശ്വനാഥ്, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ലാല, വൈസ് പ്രസിഡന്റ് സന്ദീപ്, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീലാൽ, നിതിൻ മാധവ്, സജീവ് കല്ലട, PK രവീന്ദ്രൻ, ഷിനി ശൈലജൻ, PK പ്രസന്നൻ, AK ഗംഗാധരൻ, PS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൊടകരയിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. 180 ഗ്രാം MDMAയുമായി ഡാർക്ക് മർച്ചന്റും യുവതിയും പിടിയിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ചാണ് 180 ഗ്രാം മാരക രാസലഹരിയായ MDMAയുമായി മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ 30 വയസ്സുള്ള ദീപക് രാജു എന്ന യുവാവും എറണാകുളം ജില്ല നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശിനി 22 വയസ്സുള്ള ദീക്ഷിത എന്ന യുവതിയും പിടിയിലായത്.
ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്നെത്തിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിലൊന്നാണിത്. പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മെർച്ചന്റ് എന്നറിയപ്പെടുന്ന ദീപക് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ആളാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് പിടിയിലായത്. പിന്നീടും നിരവധി തവണ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി ഇയാൾ പിടിയിലായിട്ടുണ്ടെന്നും ജയിലിൽ നിന്നും പുറത്തിറങ്ങി ലഹരി വിൽപ്പന തുടർന്നു വരികയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നും അന്തർ സർവീസ് നടത്തുന്ന ബസ്സിൽ വന്ന് കൊടകരയിൽ ഇറങ്ങി മേൽപ്പാലത്തിന് കീഴിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം ലക്ഷ്യമാക്കി നടന്നു വരുമ്പോഴാണ് ഇവരെ പോലീസ് സംഘം പിടികൂടിയത്. ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം റൂറൽ DCB DYSP ഉല്ലാസ് കുമാർ, ചാലക്കുടി DYSP സുമേഷ് K എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ N പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, TR ഷൈൻ, PM മൂസ, സൂരജ് വിദേവ്, ലിജു ഇയാനി, AU റെജി, ബിനു MJ, CK ബിജു, ഷിജോ തോമസ്, സോണി PX, KJ ഷിൻഡോ, AB നിഷാന്ത് എന്നിവരടങ്ങിയ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര ഇൻസ്പെക്ടർ ദാസ് PK, ASIമാരായ ബൈജു MS, ജ്യോതി ലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബെന്നി KP, സിവിൽ പോലീസ് ഓഫീസർ M ആഷിഖ് എന്നിവരും ചേർന്നാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പ്രത്യേക പരിശോധനയിൽ ലഹരിയുമായി പിടിയിലായ 3 യുവാക്കളെ റിമാൻഡ് ചെയ്തു. കണ്ടശാംകടവ് സ്വദേശികളായ ചക്കമ്പി വീട്ടിൽ 25 വയസ്സുള്ള അമൽ, കാരമാക്കൽ വീട്ടിൽ 20 വയസ്സുള്ള നിതിൻ, മേപ്പറമ്പിൽ വീട്ടിൽ 23 വയസ്സുള്ള സച്ചിൻ എന്നിവരെ ശനിയാഴ്ച പുലർച്ചെയാണ് വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA ഇനത്തിൽപ്പെട്ട സിന്തറ്റിക് ഡ്രഗാണ് പിടികൂടിയത്. പ്രതികളിൽ അമൽ ഒരു വധശ്രമ കേസിലെ പ്രതിയാണ്. അന്വേഷണ സംഘത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർ തോമസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, സുരേഖ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിൽ തെരുവുനായ ആക്രമണം, 8 പേർക്ക് പരിക്കേറ്റു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അലക്സ് എബ്രഹാമിനെ ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. INTUC നാട്ടിക റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 78ാം സ്ഥാപക ദിനം ആചരിച്ചു. തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ തേക്കിൻകാട് മൈതാനിയിൽ നടന്നുവരുന്ന പൂരം പ്രദർശനത്തിൽ തിരക്കേറുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.